അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. First question, we have a moral responsibility to take good care of earth biodiversity and pass it on in good order to the next generation. Define biodiversity. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസും അവർ ജീവിക്കുന്ന ഹാബിറ്റാറ്റും എക്കോസിസ്റ്റവും ഒക്കത്തിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. Okay, so biodiversity is the variety of form found in all types of components of biological organization, right from macromolecule found in cell, gene pool, species, ecosystem and biome. എല്ലാം അതായത് ലിവിങ് ഓർഗാനിസംസ് അവരുള്ള സെൽസ്, ജീൻ പൂൾ, സ്പീഷീസ്, എക്കോസിസ്റ്റം, ബയോംസ്, ഇത് മൊത്തത്തിനെയാണ് എന്തെന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് റൈറ്റ് ദ കോസസ് ഫോർ ബയോഡൈവേഴ്സിറ്റി ലോസ്. ഈ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ട് ചില കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് 4 കാരണങ്ങളുണ്ട്. നമ്മൾ ആ ഒരു 4 കാരണത്തിനെ ഇവിൾ കോർട്ടക്റ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ 4 കാരണങ്ങൾ. ഇതൊക്കെയാണ് ഹാബിറ്റാറ്റ് ലോസ്, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോഎക്സ്റ്റിങ്ഷൻ. ഇതാണ് മെയിൻ ആയിട്ട് ആ 4 കോസസ്. പിന്നെ അതുകൂടാതെ അർബനൈസേഷൻ, പൊല്യൂഷൻ. ഈ 4 കോസസ് എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, എന്തൊക്കെയാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോഎക്സ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഇനി വഴിയെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം 2 types of biodiversity conservation. ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ടുള്ള 2 കാരണങ്ങൾ അല്ലെങ്കിൽ 2 തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്ട്രാറ്റജീസ് ഇങ്ങനെയൊക്കെ വന്ന് ചോദിച്ചാൽ എന്താണ്? ആകെ 2 തരത്തിലുള്ളൂ. ഇൻസിറ്റ് കൺസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ റിയൽ സിറ്റുവേഷൻ. അതായത് അവരെവിടെയാണോ താമസിക്കുന്നത് ആ ഒരു കാട്, അതായത് അവർ താമസിക്കുന്ന എവിടെയാണോ ആ ഒരു എൻറ്റയർ ഫോറസ്റ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതായത് ആ പ്ലാന്റ്സും ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൂടാതെ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലവും കൂടെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മളതിനെ ഓൺസൈറ്റ് കൺസർവേഷൻ എന്ന് പറയും. എക്സാമ്പിൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, സാക്രീഡ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഔട്ട്സൈഡ് ദ റിയൽ സിറ്റുവേഷൻ. നമ്മൾ എന്ത് ചെയ്യും? അവർ താമസിക്കുന്ന കാടാണെങ്കിൽ കാട്ടിൽ നിന്ന് അവരെ പുറത്തേക്ക് എടുത്ത് വേറൊരു സ്ഥലത്തിട്ട് നമ്മളുടെ രീതിയിലൂടെ സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുത്ത് അവരെ വളർത്തുന്നതിനെയാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്? സുവോളജിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ, അക്വേറിയം, ഇതൊക്കെ എന്താണ്? എക്സിറ്റ് കൺസർവേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 approaches for conservation of biodiversity are shown as A and B. അപ്പോൾ നമുക്ക് ഇവിടെ ബയോസ്ഫിയർ റിസർവിൽ നമ്മൾ അനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് കൺസർവേഷൻ ആണ്? അത് ബയോസ്ഫിയർ റിസർവ്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഇൻസിറ്റ് കൺസർവേഷൻ ആണോ എക്സിറ്റ് കൺസർവേഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ബയോസ്ഫിയർ റിസർവ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അത് ഇൻസിറ്റ് കൺസർവേഷനിൽ വരും. ഓക്കെ, ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, ഇതൊക്കെ എന്താണ്? ഇൻസിറ്റ് കൺസർവേഷനിൽ വരും. അങ്ങനെയാണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എക്സിറ്റ് കൺസർവേഷനിൽ വരും. ഓക്കെ, എക്സിറ്റ് കൺസർവേഷൻ. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. അതായത് നമ്മളുടെ എക്സിറ്റ് കൺസർവേഷൻ ഓർത്ത് വെക്കുകയാണെങ്കിൽ ഓൾറെഡി ഇൻസിറ്റ് കൺസർവേഷൻ കിട്ടും. അപ്പോൾ എക്സിറ്റ് കൺസർവേഷനിൽ എന്തൊക്കെ വരും എന്ന് ഓർക്കാം. ഇപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് ഏതാണ്? സുവോളജി. അപ്പോൾ സുവോളജി എന്ന് പറയുമ്പോൾ സുവോളജിക്കൽ പാർക്ക്. ഇനി ബോട്ടണി എന്ന് പറയുമ്പോൾ ഏതാണ്? ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. പിന്നെന്താണ്? ക്രയോ പ്രിസർവേഷൻ, പിന്നെ ജീൻ ബാങ്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സിറ്റ് കൺസർവേഷൻ വരെയാണ്. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ക്രയോ പ്രിസർവേഷൻ, ജീൻ ബാങ്ക്. ബാക്കിയെല്ലാം അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്,
പിന്നെന്താണ് സാക്രിൽ ഗ്രൂവ്സ്, ഇങ്ങനെയുള്ള എല്ലാവരും എന്തിൽ വരും? ഇൻസിറ്റ് കൺസർവേഷനിൽ വരും. ഓക്കെ, അപ്പോൾ എക്സിറ്റ് പഠിച്ചു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇൻസിറ്റ് നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് എന്താണ് അതിൻ്റെ ഐഡിയ ഒന്ന് ഉദ്ദേശിച്ച് നോക്കുക. അതായത് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലാന്റ്സ് ആനിമൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ഒരു എൻറ്റയർ ഫോറസ്റ്റ് കൺസർവ് ചെയ്യുന്നതാണ് ഇൻസിറ്റ്. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അവരെ പുറത്തേക്ക് എടുത്തിട്ട് ഒരു സ്പെഷ്യൽ കെയർ കൊടുത്ത് വളർത്തുന്നതിനെയാണ് എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഷോൺ ഇൻ എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഇൻസിറ്റ് കൺസർവേഷനും ബി എന്ന് പറയുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ, അത് എക്സിറ്റ് കൺസർവേഷനിലും വരും. പിന്നെ ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ആനിമൽ ഇൻസൈഡ് ദ റിയൽ സിറ്റുവേഷൻ. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അവരുടെ ആ ഒരു റിയൽ സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് സ്പെഷ്യൽ കെയർ കൊടുക്കും. ഇനി ഇവർ ചോദിക്കുന്നുണ്ട്, വിച്ച് ഓഫ് ദ എബോവ് അപ്രോച്ച് ഈസ് മോർ ഡിസൈറബിൾ വെൻ ദർ ഈസ് ആൻ അർജന്റ് നീഡ് ടു സേവ് എ സ്പീഷീസ്. പെട്ടെന്ന് നമുക്കൊരു സ്പീഷീസിനെ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന് ഏറ്റവും നല്ല മാർഗം എക്സിറ്റ് കൺസർവേഷൻ ആണ്. എന്നാലല്ലേ നമുക്ക് അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, ഒബ്സർവ് ദ കൺസെപ്റ്റ് ഡയഗ്രാം ഓഫ് ഇവിൾ കോർട്ടറ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ബയോഡൈവേഴ്സിറ്റി ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് 4 ഇമ്പോർട്ടൻറ്റ് കാരണങ്ങളുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, പിന്നെന്താണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, എന്താണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, പിന്നെന്തായിരുന്നു ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഓക്കെ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അപ്പം ഇതാണ് 4 ഇവിൾ കോർട്ടറ്റ് എന്ന് പറയുന്നത്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഇനി വാട്ട് ഈസ് കോ എക്സ്റ്റിങ്ഷൻ? കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ സ്പീഷീസ് ബിക്കം എക്സ്റ്റിങ്ക്ട്, ദ പ്ലാന്റ് ഓർ അനിമൽ സ്പീഷീസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഓൾസോ ബിക്കം എക്സ്റ്റിങ്ക്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണം നോക്കിക്കേ, എക്സ്റ്റിങ്ഷൻ ഓഫ് എ ഹോസ്റ്റ് ഫിഷ് ലീഡ്സ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ പാരസൈറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഇപ്പോൾ ഇതൊരു ഫിഷ് ആണെങ്കിൽ ഈ ഫിഷിൽ മേത്ത് കുറേ പാരസൈറ്റ്സുകളുണ്ട്. ഇപ്പം സപ്പോസ് ഈ ഒരു ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയാൽ, വംശനാശം സംഭവിച്ച് പോയാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ കൂടെയുള്ള പാരസൈറ്റിനും എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. ആ ഒരു പ്രോസസ്സാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ്, ആ ഒരു ഹോസ്റ്റ് ഓർഗാനിസം പോയപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആൾക്കാരും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയി. മനസ്സിലായോ? അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അതാണ് സാക്രഡ് ഗ്രൂവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻസിറ്റ് കൺസർവേഷൻ. സാക്രഡ് ഗ്രൂവ് എന്ന് പറയുമ്പോൾ ഇൻസിറ്റ് കൺസർവേഷൻ ആണോ? അതെ. ഇനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഹാവ് ലോ ഡിഗ്രി ഓഫ് എൻഡമിസം. ഒരു റീജിയന് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയണമെങ്കിൽ അവരെന്ത് കാണിക്കണം? അവർ കാണിക്കേണ്ടത് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ആണ്. ലോ അല്ല, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. അങ്ങനെയാണെങ്കിൽ എൻഡമിസം എന്ന് വെച്ചാൽ എന്താണ്? എൻഡമിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സ്പീഷീസ്, അതൊരു എൻഡമിക് സ്പീഷീസ് ആണ്. അതിനാണ് എൻഡമിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു റീജിയനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം കാണിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അതിനെ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പ്രഖ്യാപിക്കാം. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ് ഇൻക്രീസസ്. ബയോഡൈവേഴ്സിറ്റി എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്പർ ഓഫ് ഓർഗാനിസമിനെ പർട്ടിക്കുലർ സ്പീഷീസ്. ഇങ്ങനെ പർട്ടിക്കുലർ സ്പീഷീസ് എടുത്തേക്കണത് തെറ്റാണ്. അതായത് ഇപ്പോൾ കാറ്റിൻ്റെ സ്പീഷീസ് മാത്രം കൂടിയാലും മാത്രമേ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഡോഗിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് മാത്രം ഇൻക്രീസ് ചെയ്താലേ ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു പർട്ടിക്കുലർ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ റോങ് ആയിട്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ. Okay, in അടുത്തത്, when we consider and protect the whole ecosystem, its biodiversity at all level is protected. Based on this statement, explain the strategies of biodiversity conservation. നിങ്ങളടുത്ത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ സ്ട്രാറ്റജീസ് എന്നുള്ള രീതി ചോദിക്കും, അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനോ അങ്ങനെ എടുത്ത് ചോദിക്കും. അപ്പോൾ എന്തായാലും ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുമ്പോൾ ആകെ 2 മെത്തേഡ്സ് ആണുള്ളത്, ഇൻസിറ്റ് കൺസർവേഷൻ ആൻഡ് എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വെച്ച് തന്നെ കൺസർവ് ചെയ്യും. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കും. എക്സാമ്പിൾ സുവോളജിക്കൽ പാർക്ക്, പിന്നെ അതുപോലെ തന്നെ സഫാരി പാർക്ക്, ജീൻ ബാങ്ക് ഒക്കെ എക്സിറ്റ് കൺസർവേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ വി നീഡ് ടേൺസ് ടു ഗ്രീഡ്, ഇറ്റ് ലീഡ്സ് ടു
Okay. When need turns to greed, it leads to biodiversity loss. Substantiate this statement by explaining 2 causes of biodiversity loss. Okay, ഇതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ട് മെയിനായിട്ട് 4 കാരണങ്ങളുണ്ട്. ഈ 4 കാരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇവിൽ കോർട്ടെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണത്: ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോഎക്സ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്, പ്ലഫിംഗ് ഗ്രോസ് ലാൻഡ്, ഫില്ലിംഗ് വെറ്റ് ലാൻഡ് എക്സെട്ര, ദ ഹാബിറ്റാറ്റ് ഓഫ് സം ആനിമൽസ് ഹാവ് ബീൻ ലോസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഈ കാടുകളൊക്കെ വെട്ടിത്തെളിക്കുമ്പോൾ ഇതൊക്കെ എന്ത് സംഭവിക്കും, അവിടെ ജീവിച്ചിരിക്കുന്ന അനിമൽസിന്റെ ആ ഒരു വാസസ്ഥലമാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാടുകളൊക്കെ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റ്സുകളാക്കും. അതായത് മനുഷ്യന്മാർക്ക് അവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ, അതൊന്നില്ലെങ്കിൽ റോഡൊക്കെ പണിയാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനായിട്ടൊക്കെ വേണ്ടി നമ്മൾ ഈ കാടുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മുറിക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കുക, അവിടെ ഉണ്ടായിരുന്ന സ്പീഷീസ് ഒക്കെ ഡിസപ്പിയർ ആവേ ചെയ്യുന്നത്. അപ്പോൾ അത് ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇനി രണ്ടാമത്തെ കാരണം എന്താ പറയുന്നത്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസിൽ അവൈലബിൾ ആണ്. അതായത് നമുക്ക് എല്ലാവരും നേച്ചറിൽ അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ ഓവറായിട്ട് അത് ഉപയോഗിക്കുമ്പോഴാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിച്ച് ബയോഡൈവേഴ്സിറ്റി ലോസ് ആവുന്നത്. പിന്നെ അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് പാസഞ്ചർ പീജിയൻ, സ്റ്റെല്ലർ സീ കൗ. ഇനി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ എക്സോട്ടിക് സ്പീഷീസ് ടു എ ന്യൂ ഹാബിറ്റാറ്റ് മേ അഫക്ട് ദ നേറ്റീവ് സ്പീഷീസ് ആൻഡ് സം ടൈം കോസ് എക്സ്റ്റിങ്ഷൻ ഓഫ് ദ നേറ്റീവ് സ്പീഷീസ്. നമ്മൾ പുറത്തുനിന്ന്, ഏലിയൻ എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള സ്പീഷീസ് നമ്മുടെ ഇവിടെയുള്ള റീജിയൻസിൽ, നമ്മളുടെ എൻഡമിക് ആയിട്ടുള്ള ഏരിയയിൽ വന്ന് സംഭവിക്കും. എന്ത് സംഭവിക്കും, ആ ഒരു ഏലിയൻ സ്പീഷീസ് നമ്മളുടെ ഇവിടെ താമസിക്കുന്ന സ്പീഷീസിനെ നശിപ്പിച്ച് കളയും, അവരെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ ഇവിടെയുള്ള എൻഡമിക് സ്പീഷീസ് നഷ്ടപ്പെടും. അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു നൈൽ പർച്ചിനെ കൊണ്ടുവന്ന് വിക്ടോറിയ ലേക്കിൽ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെയുള്ള കിക്ലിഡ് ഫിഷസുകൾ, അവിടെ ജീവിച്ചിരുന്ന ചെറിയ ചെറിയ കിക്ലിഡ് ഫിഷസുകളൊക്കെ എക്സ്റ്റിൻഡ് ആയിപ്പോയി. അതൊരു ഉദാഹരണമാണ്. പിന്നെ കോ എക്സ്റ്റിങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു സ്പീഷീസ് എക്സ്റ്റിൻഡ് ആയി പോയാൽ അവരായിട്ട് റിലേറ്റ് ചെയ്ത ബാക്കിയുള്ള സ്പീഷീസും എക്സ്റ്റിൻഡ് ആയി പോകുന്നതിനെയാണ് കോ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ട് 4 കാരണങ്ങളാണ് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ള ആ ഒരു 4 ഇവിൽ കോർട്ടെക്റ്റ് എന്ന് പറയുന്നതാണ്: ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ഇൻസിറ്റ് കൺസർവേഷൻ ഫ്രം എക്സിറ്റ് കൺസർവേഷൻ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച്. അപ്പോൾ ഇൻസിറ്റ് കൺസർവേഷൻ നമ്മൾ പറഞ്ഞു, കൺസർവേഷൻ ഇൻ നാച്ചുറൽ ഹാബിറ്റാറ്റ്, അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാൻമെയ്ഡ് ഹാബിറ്റാറ്റിലിട്ട് അവരെ കൺസർവ് ചെയ്യും. എക്സാമ്പിൾ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 2 ടൈപ്പ് പറഞ്ഞു, ഇൻസിറ്റ് കൺസർവേഷനും എക്സിറ്റ് കൺസർവേഷൻ. അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. എന്തൊക്കെയാണ്? ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇതിനെ തിരിച്ചിട്ടാൽ മതി, ഡൈവേഴ്സിറ്റി അറ്റ് ജെനറ്റിക് ലെവൽ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി അറ്റ് സ്പീഷീസ് ലെവൽ. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി അറ്റ് എക്കോസിസ്റ്റം ലെവൽ. ഓക്കെ, ഇപ്പം എന്താണ് നോക്കുക, ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പീഷീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം മാംഗോസ് നോക്കുകയാണെങ്കിൽ മാംഗോസിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. വീറ്റ് ആണെങ്കിൽ വീറ്റിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. അതാണ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈസ്റ്റേൺ ഗട്ട്സിനേക്കാളും സ്പീഷീസ് കൂടുതൽ വെസ്റ്റേൺ ഗട്ട്സിലാണ്. അതാണ് ആ ഒരു സ്പീഷീസ് ലെവലിൽ ഉണ്ടാവുന്ന ഒരു ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധാരാളം പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് അവൈലബിൾ ആണ്. ഫോറസ്റ്റ് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റം, അങ്ങനെ പലതരത്തിലുള്ള എക്കോസിസ്റ്റം. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൽ തന്നെ പല ഡൈവേഴ്സിറ്റി ഉണ്ട്. അതാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്: ജെനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ വിത്ത് എക്സാമ്പിൾ. ഏതൊക്കെയാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെഷേഴ്സ്? ഇൻസിറ്റ് കൺസർവേഷൻ, എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹാബിറ്ററ്റിൽ പ്രൊട്ടക്ട് ചെയ്യും. എക്സിറ്റ് എന്ന് വെച്ചാൽ അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ദ ആക്സിലറേറ്റഡ് റേറ്റ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ദാറ്റ് ദ വേൾഡ് ഈസ് ഫേസിംഗ് ടുഡേ ഈസ് ലാർജ്ലി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം ഉണ്ടാവുന്ന ഓരോ എക്സ്റ്റിങ്ഷൻ കാരണം മനുഷ്യന്മാരാണ്. നിങ്ങളിത് അഗ്രി ചെയ്യുന്നുണ്ടോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പം നിങ്ങൾ പറയാം യെസ്, നമ്മൾ കാരണമാണ്. 4 മെയിൻ കാരണങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനായിട്ടുള്ളത്. ഒന്ന് ഹാബിറ്റാറ്റ് ലോസ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. എന്നിട്ട് അതെന്താണ് അതിനൊരു എക്സാമ്പിളും എഴുതി വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇതിൽ എന്താണ് SAZ ആൻഡ് C ഇൻ ഗ്രാഫ് ഇത് ചോദിക്കും. അപ്പൊ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സ്പീഷ്യസ് ഏരിയ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. സോ നമുക്കറിയാം സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഹംബോൾഡിന്റെ ആണ്. ആ ഒരു തിയറിയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും, പക്ഷേ ഒരു ലിമിറ്റ് അനുസരിച്ച്. അതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിസ്ട്രിക്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്യാവശ്യം സ്പീഷീസ് ഉണ്ട്. പക്ഷെ നമ്മൾ കേരളമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സ്പീഷീസും വരും. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിനേക്കാളും കൂടുതൽ സ്പീഷീസ് എവിടെ ഉണ്ടാവും? ആ ഒരു സ്റ്റേറ്റ് എടുക്കുമ്പോൾ വരും. ഇനി നമ്മൾ ആ ഒരു മൊത്തം എൻ്റയർ കൺട്രി എടുക്കുമ്പോൾ എന്താണ് ആ സ്റ്റേറ്റിനേക്കാളും കൂടുതൽ സ്പീഷീസ് എൻ്റയർ കൺട്രി എടുക്കുമ്പോൾ വരും. അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് എന്താണ് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടുന്നുണ്ട്, ബട്ട് ടു എ ലിമിറ്റ്. അതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറയുന്നത്. ഇനി ഇതാണ് അതിന്റെ ഒരു ഇക്വേഷൻ. അപ്പൊ നിങ്ങളടുത്ത് ഇത് ഓരോന്ന് എന്താന്ന് ചോദിക്കും. S എന്ന് പറഞ്ഞാൽ എന്താണ്? S എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. അപ്പൊ A എന്ന് പറഞ്ഞാൽ ഏരിയ, S എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, Z എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. C എന്ന് പറഞ്ഞാൽ എന്താണ്? C അത് Y ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് പഠിക്കണം. S എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, A എന്ന് പറഞ്ഞാൽ ഏരിയ, Z എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ലൈൻ ഓർ റിഗ്രഷൻ കോഎഫിഷ്യന്റ്, C എന്ന് പറഞ്ഞാൽ Y ഇന്റർസെപ്റ്റ് ആണ്. പിന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹ്യൂമൻ ബീങ്സ് ക്യാൻ കൺസർവ് ആൻഡ് പ്രൊട്ടക്ട് അവർ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. പ്രിപ്പയർ എ ഹാൻഡ് ഔട്ട് ടു ഷോ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ട് ആകെ 2 മെത്തേഡ്സേ ഉള്ളൂ, ഇൻസിറ്റ് കൺസർവേഷൻ, എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ വരും. എക്സിറ്റ് കൺസർവേഷനിൽ ആരൊക്കെ വരും? നമ്മളുടെ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ ഒക്കെ എക്സിറ്റ് കൺസർവേഷനിൽ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഫോർ അക്വാകൾച്ചർ ത്രെറ്റൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്. നമ്മൾ ആഫ്രിക്കൻ കാറ്റ് ഫിഷസിനെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെട്ടു. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇത് നമ്മളുടെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്റെ കേസാണ് പറയുന്നത്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, അതായത് എ ന്യൂ സ്പീഷീസ് ഓഫ് ഫിഷസ് എൻ്ററിങ് എ ജിയോഗ്രഫിക്കൽ റീജിയൻ ആർ നോൺ ആസ് എക്സോട്ടിക് ഫിഷസ്. ഒരു പുതിയൊരു ഏരിയയിലേക്ക് പുറത്തുനിന്ന് കുറച്ച് സ്പീഷീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെയാണ് എക്സോട്ടിക് സ്പീഷീസ് എന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഫിഷിന്റെ കേസ് പറഞ്ഞുകൊണ്ട് എക്സോട്ടിക് ഫിഷസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ആഫ്രിക്കൻ കാറ്റ് ഫിഷസിനെ അക്വാകൾച്ചറിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ നമ്മളുടെ ആ ഒരു വാട്ടറിൽ കൊണ്ടിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ജീവിച്ചിരുന്ന ഇൻഡിജിനസ് കാറ്റ് ഫിഷ് ത്രെറ്റ് ആയിപ്പോയി, അവര് എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത വിച്ച് ആം ദ ഫോളോയിങ് ബിലോങ്സ് ടു എക്സിറ്റ് കൺസർവേഷൻ. നോക്കിക്കേ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇത് ഇൻസിറ്റ് കൺസർവേഷൻ ആണ്. ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റ് കൺസർവേഷൻ ആണ്. സുവോളജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എക്സിറ്റ് കൺസർവേഷനിലാണ് വരുന്നത്. സുവോളജി, ബോട്ടണി, അപ്പൊ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ എക്സിറ്റിൽ വരും. നാഷണൽ പാർക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇൻസിറ്റിൽ വരും. സാക്രഡ് ഗ്രൂവ്സും ഇൻസിറ്റിൽ വരും. അപ്പോൾ സുവോളജിക്കൽ പാർക്കാണ് ആൻസർ. അടുത്തത് ദ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആർ ഡിസിഗ്നേറ്റഡ് ആസ് ഇവിൽ കോർട്ടറ്റ്. 4 കാരണങ്ങളുണ്ട്, ഇതെന്തായാലും പഠിക്കണം. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ.
ഓക്കെ, പിന്നെ ഇവിടെ നിന്നാണ് ഇത് എന്താണ് ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതാണ് നമ്മളുടെ ഇൻസിറ്റ് കൺസർവേഷന്റെ കേസും എക്സിറ്റ് കൺസർവേഷന്റെ കാര്യം എടുത്ത് എഴുതുക, അതിന്റെ എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഇനി അടുത്തത് ഡാഷ് ഡിനോട്ട് ദ ഫിനോമിന ഇൻ വിച്ച് എ സ്പീഷീസ് കൺഫൈൻ ടു എ പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ റീജിയൻ ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ. ഇതൊരു റീജിയൻ ആണെങ്കിൽ ഈ റീജിയനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള സ്പീഷീസ്, അതിനെ നമ്മൾ എന്ത് പറയും? എൻഡമിക് സ്പീഷീസ്. അപ്പൊ എൻഡമിസം എന്നാണ് ആ ഒരു പ്രോസസ്സിനെ പറയുന്നത്, ആ ഒരു ഫിനോമിന പറയുന്നതാണ് എൻഡമിസം. അതായത് ആ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു സ്പീഷീസ് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതാണ് എൻഡമിസം എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് റിപ്പോർട്ടഡ് ഇൻ ട്രോപ്പിക്സ് ദാൻ ടെമ്പറേറ്റ് റീജിയൻ. വൈ? ഈ എന്താണ് ടെമ്പറേറ്റ് റീജിയനേക്കാളും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. എന്തുകൊണ്ടാണ്? അതായത് ട്രോപ്പിക്കൽ റീജിയൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അൺഡിസ്റ്റർബ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, അവിടെ ലെസ് സീസണൽ ആണ്. അതുപോലെ എന്താണ്, അത് ലെസ് സീസണൽ ആണ്. പിന്നെ കുറച്ചും കൂടി കോൺസ്റ്റന്റ് ആണ്. അതായത് എപ്പോഴും അവിടുത്തെ എൻവയോൺമെന്റ് കോൺസ്റ്റന്റ് ആണ്. കൂടുതൽ സോളാർ എനർജി അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എർത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന ട്രോപ്പിക്കൽ ഭാഗത്തായിരിക്കുള്ളൂ എന്ത്, ഇപ്പോൾ പോളാർ ഭാഗത്ത് നിന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോഴും ബയോഡൈവേഴ്സിറ്റി കൂടി വരുന്നത് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ്? ട്രോപ്പിക്കൽ റീജിയനിൽ എപ്പോഴും ക്ലൈമറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ. അവിടെ ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. പിന്നെ കൂടുതൽ സോളാർ എനർജി കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, സെലക്ട് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് കിക്ലിഡ് ഫിഷ് ഇൻ ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. അപ്പോൾ നമ്മൾ കിക്ലിഡ് ഫിഷസ്, അതായത് സ്മോൾ കിക്ലിഡ് ഫിഷസ് എക്സ്റ്റിൻഡ് ആയ കഥ പറഞ്ഞു. അത് ഏതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഈ പറയുന്ന 4 ബയോഡൈവേഴ്സിറ്റി ലോസിൽ ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ കിക്ലിഡ് ഫിഷസുകൾ എക്സ്റ്റിൻഡ് ആയി പോയത്. ഇതിനടുത്തത് ട്രോപ്പിക്കൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്. അതായത് ബയോഡൈവേഴ്സിറ്റി ഇപ്പോൾ ട്രോപ്പിക്കൽ ഭാഗത്ത് കൂടാൻ കാരണം 3 റീസൺസാണ് പറയുന്നത്. ഒന്നാമത് അവിടെ എപ്പോഴും അൺഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. പിന്നെ എപ്പോഴും എൻവയോൺമെന്റ് കോൺസ്റ്റന്റും പ്രഡിക്റ്റബിൾ ആണ്. ധാരാളം സോളാർ എനർജി കിട്ടുന്നത് കൊണ്ടാണ്. ഇതിനടുത്തത് ദ ടേം ബയോഡൈവേഴ്സിറ്റി ആസ് പോപ്പുലറൈസ്ഡ് ബൈ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. ഓക്കെ, ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേം പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? എഡ്വേർഡ് വിൽസൺ. And name the 2 types of biodiversity conservation methods. ഏതൊക്കെയാണ്? ഇൻസിറ്റ് കൺസർവേഷൻ ആൻഡ് എക്സിറ്റ് കൺസർവേഷൻ. ഓക്കെ, പിന്നെ എന്താണ്? റൈറ്റ് എനി 3 കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാൻ 4 കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, പിന്നെന്താണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, പിന്നെന്താണ്? അതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 കാരണങ്ങൾ. ഇതിനടുത്തത് എന്താണ്? നൗ എ ഡേയ്സ് ദ വേൾഡ് ഈസ് ഫേസിങ് എ പ്രോബ്ലം ഓഫ് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ കാരണം മെയിൻ ലോസസ് ബയോഡൈവേഴ്സിറ്റിയുടെ കാരണങ്ങളാണ് ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. പിന്നെ അതേ പിന്നെയും ചോദിക്കുന്നുണ്ട് ട്രോപ്പിക്കൽ റീജിയനിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണം. ഈ 3 പോയിന്റ് എടുത്ത് എഴുതിയാൽ മതി. എന്താണ്? ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കും. കോൺസ്റ്റന്റ് ആൻഡ് പ്രഡിക്റ്റബിൾ എൻവയോൺമെന്റ് ആണ്. കൂടുതൽ സോളാർ എനർജി കിട്ടും. ഇതിനടുത്തത് ദ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എവിടെയാണുള്ളത്? ജോഹൻബർഗിലാണ്. സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹൻബർഗിലാണ് വേൾഡ് സമ്മിറ്റ് നടന്നിട്ടുള്ളത്. പിന്നെ നോക്കിക്കേ, ദ ഗ്രാഫ് ഷോയിങ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഇസ് ഗിവൺ. ഇപ്പം ഇതിൽ നിന്നാണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് നമ്മളുടെ അലക്സാണ്ടർ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആണ്. ഈ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ എന്താ പറയുന്നത്? അതായത് ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുന്നുണ്ട്, ബട്ട് ടു എ ലിമിറ്റ് എന്നാണ്. അതിൽ ഓരോന്നും എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. സെറ്റ് എന്താണ്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഓക്കെ, ഇനി ഹൗ ഈസ് സ്പീഷീസ് റിച്ച്നെസ് റിലേറ്റഡ് ടു ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടും, ബട്ട് ടു എ ലിമിറ്റ്. ഇനി ഇസറ്റിന്റെ റേഞ്ച് എങ്ങനെ ചോദിക്കുന്നുണ്ട്? ഇസറ്റിന്റെ റേഞ്ച് 0.6 നിന്ന് 1 പോയിന്റ് സംതിങ് ആവുന്നുണ്ട്. അതായത് ലാർജ് ഏരിയ വരുമ്പോൾ 1 പോയിന്റ് സംതിങ് വരും. ഓക്കെ, ഇനി ഹൂ പ്രപ്പോസ് ദ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പോൾ എർലിച്ച് ആണ്. ഓക്കെ, അപ്പൊ ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ എക്കോസിസ്റ്റത്തിനെ അദ്ദേഹം ഒരു എറോപ്ലെയിൻ ആയിട്ട് കമ്പയർ ചെയ്യണ പുള്ളി. ഓക്കെ, നമ്മളുടെ പോൾ എർലിച്ച് എന്താണ്? എക്കോസിസ്റ്റത്തിനെ എറോപ്ലെയിൻ ആയിട്ട് പറയുകയാണ്. ഈ എക്കോസിസ്റ്റത്തിൽ ഈ എറോപ്ലെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ പാർട്സുകൾ, ഇപ്പം ഞാൻ വെറുതെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എറോപ്ലെയിൻ്റെ ഓരോ ഭാഗങ്ങളും തമ്മിൽ
കണക്ട് ചെയ്യിക്കുന്നത് കുറേ റിവറ്റ്സുകൾ വഴിയാണ്. കുറച്ച് ഇപ്പോൾ ഒരു സ്ക്രൂ പോലെ, ഒരു ആണി പോലത്തെ ഇങ്ങനത്തെ കുറച്ച് സ്ക്രൂ വഴിയാണെന്ന് വിചാരിക്കുക. സോ ഈ ഓരോ റിവറ്റിനെയും അദ്ദേഹം സ്പീഷീസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഓരോ ആണികളെയും എന്താണ് സ്പീഷീസ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ എയ്റോപ്ലെയിനെ എക്കോസിസ്റ്റവുമായിട്ടും സ്പീഷീസിനെ അദ്ദേഹം ഓരോ റിവറ്റിനെ സ്പീഷീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ആണികളിൽ അല്ലെങ്കിൽ ഓരോ സ്ക്രൂ ഇങ്ങനെ അഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, പുറമേ ഏറ്റവും ഫസ്റ്റ് നമുക്ക് വലിയ ഡിഫറൻസ് അല്ലാതെ വലിയ പ്രോബ്ലം ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ പിന്നെ ഓരോ സ്ക്രൂ ഇങ്ങനെ അഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ പറയുന്ന എയ്റോപ്ലെയിൻ ക്രാഷ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ബ്രോക്കൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെയാണ് നമ്മളുടെ എക്കോസിസ്റ്റത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ സ്പീഷീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്പീഷീസും ഫസ്റ്റ് എക്സ്റ്റെൻഡ് ആയി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ കുറേ സ്പീഷീസ് എക്സ്റ്റെൻഡ് ആയി പോകുമ്പോഴാണ് ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, അതാണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. ഇത് പോളർ ലിച്ചിൻ്റെയാണ്. ഇനി അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസിറ്റ് ആൻഡ് എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷനെ നമ്മൾ ഓൺസൈറ്റ് കൺസർവേഷൻ എന്ന് പറയും. എക്സിറ്റ് കൺസർവേഷനെ ഓഫ്സൈറ്റ് കൺസർവേഷൻ എന്ന് പറയും. ഇൻസിറ്റിൽ വരുന്നതാണ് സാക്രഡ് ഗ്രൂവ്സ് ബയോസ്ഫിയർ റിസർവ് നാഷണൽ പാർക്ക്. എക്സിറ്റിൽ വരുന്നതാണ് സുവോളജി, ബോട്ടണി. അപ്പോൾ സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്, ക്രയോ പ്രിസർവേഷൻ. ഇനി ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ദ ടേം ബയോഡൈവേഴ്സിറ്റി പോപ്പുലറൈസ് ചെയ്തത് എഡ്വേർഡ് വിൽസൺ ആണ്. 4 മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഏതൊക്കെയാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. ഇനി ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഇൻസിറ്റ് ആൻഡ് എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് കൺസർവേഷനിൽ വരുന്നതാണ് നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സാക്രഡ് ഗ്രൂവ്സ്, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഒക്കെ. എക്സിറ്റ് കൺസർവേഷനിൽ വരുന്നതാണ് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സീഡ് ബാങ്ക്. ഓക്കെ, ഇനി അടുത്തത് ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഷോയിങ് ഗ്ലോബൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ വെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ വെർട്ടിബ്രേറ്റ്സിന്റെ കേസസിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഫിഷസ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫിഷസ് ആണ്. ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസസിൽ ഇൻസെക്ട്സുമാണ്. ഓക്കെ, ഇവിടെ വെർട്ടിബ്രേറ്റ്സിന്റെ കേസസിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിഷസും, ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ കേസസിൽ ആരാണ്? ഇൻസെക്ട്സുമാണ് കൂടുതലുള്ളത്. ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനുള്ള മെയിൻ കാരണങ്ങൾ പിന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. അടുത്തത് ഐഡന്റിഫൈ 2 എക്സിറ്റ് കൺസർവേഷൻ. ഇപ്പൊ നോക്കി, എക്സിറ്റ് എന്ന് പറയുമ്പോൾ സുവോളജി ഉണ്ട്. അപ്പോൾ സുവോളജിക്കൽ പാർക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഏതാണ്? ബോട്ടണി വന്നിട്ടുണ്ട്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനുമാണ് എക്സിറ്റ് കൺസർവേഷനിൽ വരുന്നത്. ഇനി അടുത്തത് ഇവിൽ കോർട്ടറ്റ് ഏതൊക്കെയാണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, സ്പീഷീസ് എന്നതാണ്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു.